എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുണ്ട്. നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അബിയും നബിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അബിയോട് നബി പറഞ്ഞു, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നിന്റെ ഈ മാറ്റം. ഞാൻ കരുതി ഞാൻ ഇങ്ങോട്ട് പോന്ന് പ്രസവത്തിന് പോന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എന്നെ കാണാൻ പറ്റില്ലെന്നാ ഞാൻ കരുതിയെന്ന് പറയാണ്. ഇത് കേട്ടത് അബി പറഞ്ഞു, ഇപ്പം മനസ്സിലായല്ലോ എനിക്ക് നിന്നോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന്. നീ വീട്ടിൽ നിന്ന് പോന്നു കഴിഞ്ഞപ്പോഴാ ഞാൻ ആ സത്യം മനസ്സിലാക്കുന്നത്. ഞാൻ എത്രമാത്രം നിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന. പക്ഷെ നീ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് എന്റെ മനസ്സിൽ ഇത്രയ്ക്കിതൊന്നും ഇല്ലായിരുന്നു പറയണം. ഇത് കേട്ടപ്പം നവ്യ പറഞ്ഞു, ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ അത്. പിന്നീട് പറഞ്ഞു, നീ ഇന്ന് വരണ്ടായിരുന്നു. അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, നാളെ വിഷു അല്ലേ, വിഷുവിന് വന്നാൽ മതിയായിരുന്നു പറയാം. അതാണോ? വിഷുവിന് ഞാൻ വീണ്ടും വരാം. ആണോ? സത്യമാണോ പറയണമെന്ന് ചോദിക്കും. അതേന്ന് പറയണം. ഇത് കേട്ടപ്പോൾ നവ്യക്ക് സന്തോഷമായി. നവ്യ പറഞ്ഞു, ഇപ്പോഴെനിക്കൊരു സമാധാനമായത്. നീ ഇങ്ങനെ ഗിഫ്റ്റ് ഒന്നും മേടിച്ചു കൊണ്ടുവന്നില്ലേലും കുഴപ്പമില്ല അബി, എനിക്ക് നിന്നെ ഒന്ന് കണ്ടാൽ മതി. ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്ന അത്രേ ഉള്ളൂ. ഗിഫ്റ്റിനേക്കാളും കൂടുതൽ തന്റെ ഭർത്താവിന്റെ സാമീപ്യമായിരിക്കും ആഗ്രഹിക്കുന്നു പറയണ. ഇത് കേട്ടപ്പോൾ അബി പറഞ്ഞു, അത് ശരിയാ, അതെനിക്ക് ഇപ്പം നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ടെന്നൊക്കെ പറയണ. അതെ, കഴിഞ്ഞ തവണ വന്നിട്ട് നീ ഒരു ജ്യൂസ് മാത്രം കുടിച്ചിട്ടല്ലേ പോലെ, ഈ തവണ ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയാം. ഞാനേ ആഹാരം എടുത്ത് വെക്കാന്ന് പറഞ്ഞ് അബി അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം അബി മനസ്സിൽ പറഞ്ഞു, ഓഹ് എന്റെ ദൈവമേ, ഏത് സമയത്താണോ എന്തോ അനഹ എന്ന് പറയുന്നവളോ എടുത്തേയും കൂടെ ജീവിതത്തിലേക്ക് കയറി വന്നോണ്ടാ. അതുകൊണ്ട് എനിക്ക് ഇവിടെ ഇങ്ങനെ തൃപ്തിപ്പെടുത്തി നിർത്തിയേ മതിയാവുള്ളൂ. നാളെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവള് തന്നോടൊപ്പം നിൽക്കണം. അബിക്ക് തന്നോട് സ്നേഹമാണെന്ന് ഇവള് കരുതണം. അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും. അതുകൊണ്ട് മാത്രം ഇവളോട് സ്നേഹം അഭിനയിച്ച് കൂടെ നിൽക്കുന്നത് തന്നെ. അങ്ങനെ അബി ചിന്തിക്കുകയാണ്. ആ സമയം നയനയും ദേവേനും കൂടെ ഷോപ്പിങ്ങിന് വേണ്ടി പോകണം. അപ്പൊ പോകുന്ന സമയത്ത് നയനയോട് ദേവേന് പറഞ്ഞു, നാളെ വിഷു അല്ലേ, വിഷു ആയിട്ട് മോള് വീട്ടിലില്ലെങ്കിൽ ഒരു സന്തോഷമില്ലെന്ന് പറയാം. അത് പിന്നെ നന്ദ് പോകുമല്ലേ അമ്മേ, നന്ദ് പോകുന്ന സമയത്ത് ഞാനിവിടെ ഉണ്ടാവണ്ടേ, ഒരു ദിവസം അവളോടൊപ്പം നിൽക്കാം എന്ന് കരുതിയിട്ടാ. സാരമില്ല, അത് കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് വരില്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ദേവേന പറഞ്ഞു, അത് ശരിയാ. അല്ല, ഇപ്പൊ നവ്യയോട് ഭയങ്കര സ്നേഹമുള്ള അബിക്ക്. അതെ, എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല, ഭയങ്കര സ്നേഹമുണ്ട്. പക്ഷെ നവ്യേച്ചി അത് പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ടൊന്നുമില്ല. കാരണം അബിയുടെ സ്വഭാവം അറിയാവുന്നോണ്ടാ. ഇതിനു മുമ്പ് 3-4 വട്ടം ഇങ്ങനെ സ്നേഹം അഭിനയിച്ചിട്ട് അവസാനം ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് എന്തൊക്കെ പ്രകടനങ്ങളായിരുന്നു. അതുകൊണ്ട് നവ്യേച്ചി പൂർണ്ണമായിട്ടും വിശ്വസിച്ചിട്ടില്ലെന്ന് പറയാ. ഇത് കേട്ടപ്പോൾ ദേവേന പറഞ്ഞു, അച്ഛന്റെ സ്വഭാവം അറിയാലോ, കുടുംബത്തിലുള്ള പെണ്ണുങ്ങളെ ആണുങ്ങൾ സ്നേഹിച്ചില്ലെങ്കിൽ അച്ഛൻ ഒട്ടും അത് ഇഷ്ടപ്പെടുന്ന കാര്യമില്ല. അവരെയൊക്കെ പടിക്ക് പുറത്താക്കുന്ന ആളാണ് അച്ഛന്. പക്ഷെ ഇവിടെ അബിയുടെ കാര്യത്തിൽ മാത്രം എത്ര ഇത് വന്നിരിക്കുന്നേ. അത് മാത്രമല്ല, ഇനിയിപ്പം അനാമിക അനിയും തമ്മിൽ നല്ലൊരു ജീവിതം ഉണ്ടാവണം. അല്ല, അനാമികയുടെ കയ്യിലുണ്ട് തെറ്റ്. അനാമികയുടെ സ്ഥാനത്ത് വേറൊരു പെണ്ണാണെങ്കിൽ ഇപ്പം അനിയുമായിട്ട് നല്ലൊരു ജീവിതം തുടങ്ങിയാണെന്ന് പറയാണ്. നന്ദു പറഞ്ഞു, അത് ശരിയാ, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും നന്ദ്. ഇത് കേട്ടത് നയന പറഞ്ഞു, അത് ശരിയാ, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അമ്മേ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവിടെ തന്നെ ഒരു തീരുമാനം എടുക്കണ്ടല്ലേ. ഇപ്പൊ അനിയാണെങ്കിൽ തന്നെ അനാമിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അനിയുടെ മനസ്സിൽ നന്ദുവാന്ന് എനിക്ക് ഇപ്പോഴും തോന്നണെന്ന് പറയാണ്. ദേവേന് പറഞ്ഞു, അത് ശരിയാ മോളെ, പക്ഷെ അത് പെട്ടെന്ന് നമുക്ക് മായച്ചു കളയാൻ പറ്റില്ല. നന്ദു ട്രെയിനിങ്ങിന് പോയി കഴിയുമ്പോൾ ഒരു പക്ഷേങ്കിൽ അനിയുടെ മനസ്സ് മാറുമായിരിക്കും എന്ന് പറയണം. നയന പറഞ്ഞു, ശരിയാ, അങ്ങനെ ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ട് എന്ന് പറയണം. നമുക്കൊരു കാര്യം ചെയ്യാം, അധികം പരിചയമില്ലാത്ത ആരും അറിയത്തില്ലാത്തൊരു കടയിലേക്ക് പോവാം. അതാണെങ്കിൽ പിന്നെ ആരും കണ്ടുപിടിക്കില്ലോ. അല്ലെങ്കിൽ ചിലപ്പോൾ പോകുന്ന വഴിക്ക് എങ്ങാനും ആരെങ്കിലും കണ്ടാലോ, നമ്മൾ രണ്ടും ഒരുമിച്ച് ഷോപ്പിങ്ങിന് പോകുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ അത് മതി. പിന്നെ ആദർശിന്റെ ചെവിയിലെത്തിയ അതോടുകൂടി തീർന്നു പറയണം, നമ്മുടെ കള്ളത്തരങ്ങളൊക്കെ പുറത്താവെന്ന് പറയാം. ആ, അത് ശരിയായിട്ടുള്ള കാര്യമെന്നൊക്കെ പറയണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങ് ഷോപ്പിങ്ങിന് പോവാണ്. പിന്നീട് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ദേവേനെ വീട്ടിലേക്ക് വരിക. ഈ സമയം മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മുത്തശ്ശൻ പറഞ്ഞു, പഴയതുപോലെയല്ല, അബിക്ക് നല്ല മാറ്റം ഉണ്ടെന്ന് തോന്നുന്നില്ലെന്ന് പറയണം. അതെ, അവന്റെ നവ്യനെ കാണാൻ പോകുന്നുണ്ട്. നവ്യക്ക് സമ്മാനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ടെന്നാ പറഞ്ഞെന്ന് പറയാം. നല്ല കാര്യം, മാറ്റം ഉണ്ടായേ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ അനന്തപുരിയില് ആനന്ദമൂർത്തി ആരെന്ന് അവൻ അറിയുമെന്ന് പറയാ. ഇത്രയും കാലമൊക്കെ ഞാൻ വെറുതെ പോട്ടെ വിട്ടെന്ന് പറഞ്ഞ് കണ്ണടച്ചു വിട്ടു. പക്ഷെ ഇനി അങ്ങനെ ആയിരിക്കില്ല എന്ന് പറയണം. അപ്പോഴാണ് ദേവേനി കുറെ കവറൊക്കെ ആയിട്ട് അങ്ങോട്ട് വന്നേ. അല്ല, നീ ഇത് എവിടെ പോയതാ ദേവേനി? കണ്ടിട്ട് പർച്ചേസിങ് ആണെന്ന് തോന്നില്ലെന്ന് പറയാം. അതെ അച്ഛാ, വിഷു അല്ലേ നാളെ, അപ്പൊ അച്ഛനും അമ്മയ്ക്കും കുറെ ഡ്രസ്സും കാര്യമൊക്കെ എടുക്കാൻ പോയതാന്ന് പറയണം. അങ്ങനെ അവർക്കുള്ള ഡ്രസ്സ് കൊടുത്തു കഴിയുമ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, എന്തിനാ മോളെ ഇതൊക്കെ മേടിച്ചേ? ഇവിടെ ആവശ്യത്തിന് മെച്ചം ഇരിപ്പുണ്ടല്ലോ, പിന്നെ ഇത് വാങ്ങിക്കേണ്ട കാര്യം ഉണ്ടായെന്ന് ചോദിക്കാം. അതല്ല അച്ഛാ, വിഷുവായിട്ട് എന്തെങ്കിലും വാങ്ങിക്കണ്ടേന്ന് ചോദിക്കുകയാണ്. അല്ല, നീ നിന്റെ മരുമോൾക്ക് വാങ്ങിച്ചു കൊടുത്തത് വയസ്സന്റെ മുത്തശ്ശി ചോദിക്കണം. മരുമോൾക്കോ? അവൾക്ക് ഞാനെന്തിനു മേടിച്ചു കൊടുക്കണം? അതെന്താ അങ്ങനെ പറഞ്ഞേ? അവള് നിന്റെ മരുമോളല്ലേന്ന് ചോദിക്കും. ഓ, അവൾക്ക് ഞാനെങ്ങും മേടിച്ചു കൊടുത്തില്ല എന്ന് പറയാ. എന്താ ദേവേനി, വിഷുവായിട്ട് അവൾക്ക് വിഷു കൈനീട്ടം കൊടുക്കണ്ടല്ലേ? അവൾ ഇവിടെ ഇല്ലെന്ന് കരുതിയിട്ട് അവളെ അങ്ങനെ ഒഴിവാക്കുന്നത് ശരിയാണോന്ന് ചോദിക്കും. ദേവേന് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അവളെക്കാളും ആദ്യം ഞാൻ വിഷു കൈനീട്ടം കൊടുക്കേണ്ട ആർക്കാന്നറിയാവോ? എനിക്ക് കരളു ഭാഗത്ത് നൽകി എന്റെ ജീവൻ രക്ഷിച്ച പെൺകുട്ടിയല്ലേ, ഞാൻ അവൾക്കാ കൊടുക്കണ്ടേന്ന് പറയണം. ഒരു നിമിഷം മുത്തശ്ശനും മുത്തശ്ശനും പരസ്പരം നോക്കുകയാണ്. ദേവേനിക്ക് മനസ്സിലായി താനാ പറഞ്ഞ ഏറ്റെന്നുള്ള കാര്യം.
പിന്നീട് ദേവേനി പറഞ്ഞു, ഇത്രയും നാളായി ഇതുവരെയായിട്ട് അതിനെക്കുറിച്ച് ചോദിച്ചിട്ട് നിങ്ങൾ എന്നോട് ഒരു അക്ഷരം പോലും മിണ്ടിയോ? ആ പെൺകുട്ടിയായിരുന്നു കാണിച്ചു തരാൻ വെച്ചിട്ട് കാണിച്ചു തന്നോ? ഇല്ലല്ലോ. ഇത് കേട്ടപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, ഇനിയിപ്പോൾ കൂടുതലൊന്നും നീ പറയണ്ട. ദേ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊരു സംസാരം വേണ്ടെന്ന് പറയണം. ദേവേനിക്ക് മനസ്സിലായി അവർക്ക് പേടിയുണ്ട് സത്യം കണ്ടുപിടിക്കുമെന്നുള്ളത്. പിന്നീട് ദേവേനി പറഞ്ഞു, അതെ ഇനി എനിക്ക് കൂടുതലൊന്നും പറയാനില്ലെന്ന് പറഞ്ഞ് ദേവേനി അങ്ങോട്ട് കയറി പോവാണ്. ദേവേനി അങ്ങനെ സ്റ്റെയർ കേസ് കയറുന്ന സമയത്ത് മൂർത്തി മുത്തശ്ശൻ മുത്തശ്ശിയോട് പറഞ്ഞു, ഇനി ഇത് മറച്ചു വെക്കേണ്ട കാര്യം എന്താണെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഉള്ള സത്യാവസ്ഥ അങ്ങ് തുറന്നു പറഞ്ഞേക്കുവാണെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ. എത്ര കാലം നമുക്ക് മൂടി വെക്കാൻ പറ്റുമെന്ന് ചോദിക്കാം. അത് ശരിയാ, പക്ഷെ സമയമായിട്ടെല്ലാം തോന്നുന്നത്. നോക്കട്ടെ എവിടം വരെ പോകുമെന്ന് നോക്കാം. അതിനുശേഷം നമുക്കൊരു തീരുമാനം എടുക്കാം. ഒരുപക്ഷെ ദേവേനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവേനിക്ക് ചിലപ്പോൾ ദേഷ്യമായിരിക്കും നയനമോളോട്. അവളുടെ കരള പത്തെഴുകിയെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അതുകൊണ്ടല്ലേ നമ്മൾ ഇതിനെക്കുറിച്ച് പറയാതിരുന്നേ എന്നൊക്കെ പറയണം. ഈ സമയം നയന ഡ്രസ്സൊക്കെ വാങ്ങിയതായിട്ട് വീട്ടിലേക്ക് വരുവാണ്. അപ്പോഴേക്കും കനക നബിയുടെ അടുത്തേക്ക് വന്നു. നബിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അല്ല അഭിമാനമുള്ള ശരിക്കുള്ള സ്നേഹമാണോ എന്ന് ചോദിക്കാം. അതൊന്നും എനിക്കറിയില്ലമ്മേ. സ്നേഹം കണ്ടിട്ട് ഒറിജിനലാണെന്ന് തോന്നുന്നുണ്ട്, പക്ഷെ അവനായതുകൊണ്ട് നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ലെന്ന് പറയാണ്. കനക പറഞ്ഞു, ശരിക്കുള്ള സ്നേഹം ആയിരുന്നാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെട്ടില്ലേ മോളെ. എത്ര നാളായി മോള് കാത്തിരിക്കുന്നത് അവനൊന്ന് മാറാൻ വേണ്ടിയിട്ട്. ഞാനാണെങ്കിലും എത്ര വഴിപാടുകളും നേർച്ചകളൊക്കെ നടത്തിയെന്ന് അറിയാമെന്ന് ചോദിക്കാം. നബി പറഞ്ഞു, മാറാനാണെങ്കിൽ അവന് മാറേണ്ട സമയം കഴിഞ്ഞു. കാരണം അവനൊരു കുഞ്ഞ് പറക്കാനായിട്ട് പോവാം. ഇനി ആ കുഞ്ഞ് ഭാര്യ അങ്ങനെ കുടുംബം എന്നുള്ള ജീവിതമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ വേറെന്തെങ്കിലും ഉദ്ദേശമാണെന്ന് ആര് കണ്ടെന്ന് പറയണം. അപ്പോഴാണ് ഈ കവറൊക്കെ പിടിച്ചുകൊണ്ട് നയനെ അങ്ങോട്ടേക്ക് വരുന്നത്. നയനെ കണ്ടതും കനക പറഞ്ഞു, ആഹാ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് മൊത്തം ഉണ്ടല്ലോ, ഇതെന്താ മോളെന്ന് ചോദിക്കും. എല്ലാവർക്കും ഡ്രസ്സുണ്ട് എന്ന് പറയണം. ആ കൊള്ളാലോ എന്ന് പറയണം. അങ്ങനെ ഓരോന്നും വിടർത്തി കാണിക്കൂടെ. ഇതെന്താ മോളെ 2 പട്ടുസാരിക്ക്? ഇത് രണ്ടും അമ്മയ്ക്കാന്ന് പറയണം. എനിക്കോ? അതെ, ഇതെല്ലാം മേടിച്ചു തന്നെ അമ്മയാന്ന് പറയണം. ബില്ല് പേ ചെയ്യാനായിട്ട് ഞാൻ നോക്കിയിട്ട് അമ്മ സമ്മതിച്ചില്ല. എത്ര രൂപയാന്ന് ബില്ല് കണ്ടപ്പോൾ എൻ്റെ കണ്ണ് തള്ളിപ്പോയെന്ന് പറയാം. നബി പറഞ്ഞു, ഇതൊക്കെ അവർക്ക് വല്ല പുത്തിരിയായിട്ടുള്ള കാര്യമുണ്ടോ? ഇതൊക്കെ അവരെ സംബന്ധിച്ചോളം ചെറിയ എമൗണ്ടാ എന്ന് പറയണ. അങ്ങനെ സാരിയൊക്കെ എടുത്ത് നോക്കിയാൽ നബിക്കും ഇഷ്ടപ്പെട്ടു. കനക പറഞ്ഞു, മോളുടെ ഭാഗ്യം ഇതൊക്കെ അല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നോ? എല്ലാം ഒരു നിമിത്തമാണെന്ന് കൂട്ടിയാൽ മാത്രം മതി. അനാമി കാരണം അങ്ങനെ ചില ഗുണഗണങ്ങളൊക്കെ ഉണ്ടായി. എന്നാൽ ആ പാലിനകത്ത് അവൾ വിഷം കലർത്തിയത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. അതുകൊണ്ട് മോളുടെ അമ്മായിമ്മ തിരിച്ചറിഞ്ഞല്ലോ എന്നൊക്കെ പറയാണ്. അതിനുശേഷം ആകപ്പാടെ നന്ദു വിഷമിച്ചിരിക്കുകയാണ്. ഇന്നാണ് അങ്ങോട്ട് അനിയെ കാണാനായിട്ട് ചെല്ലാന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴേക്കും അനി ആകപ്പാടെ അസ്വസ്ഥപ്പെട്ട അനി ഫ്രണ്ട്സിന്റെ കൂടെ അവർ റൂമിൽ നിൽക്കുവാണ്. എടാ നന്ദുവിനെയും വിളിച്ചു നോക്കട്ടെ, നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞു അവൾ എപ്പോഴാ വരുന്നതെന്ന്. ഒന്നും പറഞ്ഞില്ല എന്ന് പറയാണ്. അങ്ങനെ അനി വിളിക്കുവാണ്. അനി വിളിച്ചിട്ട് കോൾ എടുത്തില്ല. എടാ ഞാൻ വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല, നിങ്ങളൊന്നും വിളിച്ചു നോക്കാൻ പറയണം. അങ്ങനെ അവരും വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല. ഇതെന്താ പോലും കോൾ എടുക്കാത്തെ? ഇനി അവള് വരത്തില്ലേന്ന് ചോദിക്കുവാണ്. അങ്ങനെ സമയം കഴിഞ്ഞു. അനി കാത്തിരിക്കുവാണ്. നന്ദു വരാന്ന് പറയാൻ സമയം കഴിഞ്ഞു. കുറെ സമയം നന്ദു വന്നിട്ടില്ല. എടാ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അവൾ ഇന്ന് വന്നില്ലെങ്കിൽ എനിക്കിനി അവളെ കാണാൻ പറ്റില്ല എന്ന് പറയണം. അപ്പോൾ ഇനിയോ എന്തറിയത്തില്ല, ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോയാലെന്ന് ചോദിക്കാം. പോവാനാ? അതെ, അവളെ പോയി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാം. എനിക്ക് ഇന്നത്തെ രാത്രി അവളെ കാണണമെന്ന് പറയാ. എടാ ഞങ്ങൾക്ക് മനസ്സിലാവും നിന്റെ വിഷമവും വേദന എന്താന്ന്. ശരിക്കും പറഞ്ഞാൽ അന്ന് അവളുടെ ചേച്ചിമാരോടൊക്കെ കയ്യെ കാലെ പിടിച്ച് പറഞ്ഞാ, ഇതേ നന്ദു അനിയും തമ്മിൽ ഇഷ്ടത്തിലാണ്, എങ്ങനെയെങ്കിലും വിവാഹം നടത്തണമെന്ന്. പക്ഷെ അന്ന് അവർ സമ്മതിക്കുമായിരുന്നെങ്കിൽ ഇനി ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നോ? അനി പറഞ്ഞു, ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാ, എങ്ങനെയെങ്കിലും നീ അവളെ എൻ്റെ അടുത്തേക്കൊന്ന് എത്തിക്കാൻ പറയണം. ഇത് കേട്ടപ്പോൾ ഗോകുല് പറഞ്ഞു, നോക്കട്ടെ, നീ ഇങ്ങനെ വെപ്രാളപ്പെട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഞങ്ങൾ ഒന്നുകൂടെ വിളിച്ചു നോക്കാം, നമ്മൾ ഒന്നുകൂടെ വിളിച്ചു നോക്കണം. നന്ദു കോള് കണ്ടു, പക്ഷെ നന്ദു കോൾ എടുത്തില്ല. നന്ദുവിന് ആ പട വിഷമമായിരുന്നു. പിന്നീട് നയനും നവി എല്ലാവരും കൂടെ വന്നിട്ട് വിഷുക്കണിയൊക്കെ വെക്കാൻ തുടങ്ങുവാണ്. ഈ സമയത്ത് നന്ദുവിന് മുഖം വല്ലാതെ ഇരിക്കുവാണ്. കനക പറഞ്ഞു, ഇത്തവണ ദേ ആനന്ദപുരി വീട്ടിൽ വിഷുക്കണി അത്ര കേമാവാൻ വഴിയില്ല എന്ന് പറയണം. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞ് നയന ചോദിക്കാം. മോളിവിടെയല്ലേ? മോളല്ലേ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അവിടെ വിഷുക്കണി വെച്ചേ? നവി പറഞ്ഞു, അത് ശരിയാ, ഇവളായിരുന്നു വിഷുക്കണി വെച്ചത്. നല്ല അടിപൊളി വിഷുക്കണിയായിരുന്നു, എന്ത് ഭംഗിയായിരുന്നു കാണാനെന്ന് അറിയാവോ? ഇത്തവണ എല്ലാവരും നയനെക്കുറിച്ച് ഓർക്കുമെന്ന് പറയണം. ഇത് കേട്ടാൽ നയന പറഞ്ഞു, അത്രയ്ക്കൊന്നും ഇല്ല നബിയേച്ചി എന്നൊക്കെ പറയണം. പക്ഷെ അപ്പോഴും നന്ദുവിന്റെ മുഖം വല്ലാതിരുന്നു. നന്ദു നോക്കി ഫോണിനകത്ത് മൊബൈൽ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന കാണാം. തന്നെ വിളിച്ചുകൊണ്ടിരിക്കുമെന്ന് മനസ്സിലായി. പക്ഷെ തനിക്ക് പോകാൻ കഴിയില്ലോ. അവസാനം അനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അനി കൂട്ടുകാരോട് പറഞ്ഞു, അവളെ എങ്ങനെയാലും പോയി ഒന്ന് വിളിച്ചോണ്ട് വാ, അവൾ ഇങ്ങോട്ട് വരണമെന്ന് പറയാം. ഒരു കാര്യം ചെയ്യാം, നീ ഇവിടെ നിൽക്കേ, ഞങ്ങൾ പോയി കൂട്ടിക്കൊണ്ടുവരാം. എടാ പ്രശ്നമാവോ? പ്രശ്നം ആയാലും ശരി ഇല്ലേലും ശരി, ഞങ്ങളൊന്ന് പോയി നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് കൂട്ടുകാർ വിളിക്കാൻ പോവാണ്. അനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത ആ ഒരു അവസ്ഥയിൽ അനി ഇരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.